സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തൃശൂരടക്കം 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. കളമശ്ശേരിയിൽ സ്വകാര്യ ബസ് ബൈക്കിലിടിച്ച് കൊടുങ്ങല്ലൂർ സ്വദേശി അബ്ദുൾ സലാമിന് ദാരുണാന്ത്യം. സ്വകാര്യ ബസിന് അമിത വേഗതയാണ് മരണകാരണമെന്ന് നാട്ടുകാർ. അപ്രതീക്ഷിത പേമാരിയിൽ ചാലക്കുടി പുഴയിലെ ജലവിധാനം ക്രമാതീതമായി ഉയർന്നു. മഴ നിലച്ചതോടെ വെള്ളത്തിന്റെ കുത്തൊഴുക്കിന് ശമനമുണ്ടായെങ്കിലും മഴ കനത്താൽ പ്രശ്നം ഗുരുതരമാകും. അതിരപ്പള്ളി വാഴച്ചാൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഇന്നും നാളെയും സന്ദർശകർക്ക് പ്രവേശനമില്ല. വീട്ടിലെ പുല്ല് പറിച്ചില്ലെന്നാരോപിച്ച് ഭാര്യയെയും മക്കളെയും ക്രൂരമായി മർദ്ദിച്ച സംഭവം. ഭർത്താവ് പന്തലൂർ സ്വദേശി വിനീഷിനെതിരെ കേസെടുത്ത് കുന്നംകുളം പോലീസ്. പരമ്പരാഗത മത്സ്യബന്ധന യാനങ്ങൾക്കുള്ള മണ്ണെണ്ണ വിതരണം അവതാളത്തിലായി. സർക്കാർ സബ്സിഡിയോടെ ലഭിച്ചിരുന്ന മണ്ണെണ്ണ വിതരണം വഴിപാടായി മാറിയതോടെ സ്വകാര്യ വിപണി ആശ്രയിക്കേണ്ട അവസ്ഥയിൽ തൊഴിലാളികൾ. എല്ലാ മാസവും ലഭിച്ചിരുന്ന മണ്ണെണ്ണ വിഹിതം ഇപ്പോൾ ലഭിക്കുന്നത് ഏതാനും തവണകൾ മാത്രം. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും മലയോര മേഖലകളിലും മഴ കനത്തേക്കും. ഇന്ന് 14 ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകി. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പുണ്ട്. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ചിലയിടങ്ങളിൽ ഇടിമിന്നലിനും സാധ്യതയുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്കുണ്ട്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കൊച്ചി കളമശ്ശേരിയിൽ സ്വകാര്യ ബസ് ബൈക്കിലിടിച്ച് കൊടുങ്ങല്ലൂർ സ്വദേശിക്ക് ദാരുണാന്ത്യം. 41 വയസ്സുള്ള അബ്ദുൾ സലാമാണ് മരിച്ചത്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ സലാമിനെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. സ്വിഗ്ഗി ജീവനക്കാരനായ അബ്ദുൾ സലാം ഓർഡർ എടുക്കാനായി പോകുന്നതിനിടെ സൌത്ത് കളമശ്ശേരി മേൽപ്പാലത്തിന് സമീപം വെച്ചായിരുന്നു അപകടം. അമിത വേഗത്തിലെത്തിയ സ്വകാര്യ ബസ് ബൈക്കിന് പിന്നിൽ വന്നിടിക്കുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു. അപ്രതീക്ഷിത പേമാരിയിൽ ചാലക്കുടി പുഴയിലെ ജലവിധാനം ക്രമാതീതമായി ഉയർന്നു. മഴ നിലച്ചതോടെ വെള്ളത്തിന്റെ കുത്തൊഴുക്കിന് ശമനമുണ്ടായെങ്കിലും മഴ കനത്താൽ പ്രശ്നം ഗുരുതരമാകും. അതിരപ്പള്ളി വാഴച്ചാൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഇന്നും നാളെയും സന്ദർശകർക്ക് പ്രവേശനമില്ല. ഞായറാഴ്ച വൈകിട്ട് മുതൽ തുടർച്ചയായി അതിരപ്പള്ളി മേഖലയിൽ 10 സെന്റിമീറ്റർ തോതിൽ മഴ പെയ്തു. ഇതേ തുടർന്നാണ് പുഴയിൽ അർദ്ധരാത്രി മുതൽ വെള്ളം ഉയരാൻ തുടങ്ങിയത്. തിങ്കളാഴ്ച പുലർച്ചെ ജലനിരപ്പ് 5.45 മീറ്ററിലെത്തി. താഴ്ന്ന പ്രദേശങ്ങളിലെ പാടശേഖരങ്ങളിൽ ചെറിയ തോതിൽ വെള്ളം കയറുകയും ചെയ്തു. നിലവിൽ എല്ലാ ഡാമുകളും നിറഞ്ഞിരിക്കുകയാണ്. തമിഴ്നാട് ഷോളയാർ ഡാമിൽ വെള്ളത്തിന്റെ അളവ് 100% ഇവിടെ നിന്ന് കേരള ഷോളയാറിലേക്കും തമിഴ്നാട്ടിലെ പറമ്പിക്കുളം ജലസംഭരണിയിലേക്കും വെള്ളം തുറന്നുവിടുന്നുണ്ട്. നിറഞ്ഞുകിടക്കുന്ന പറമ്പിക്കുളത്ത് നിന്നും പെരിങ്ങൽകുത്ത് ഡാമിലേക്ക് ചെറിയ തോതിൽ വെള്ളം ഒഴുകുന്നുണ്ട്. കേരള ഷോളയാറിൽ വൈദ്യുതി ഉൽപാദനത്തിന് പുറമെ അധിക ജലം പെരിങ്ങൽകുത്ത് ഡാമിലേക്ക് എത്തുന്നുമുണ്ട്. ഇതെല്ലാം കണക്കിലെടുക്കുമ്പോൾ വീണ്ടും ഒരു വെള്ളപ്പൊക്ക ഭീഷണി ഉടലെടുക്കുകയാണ്. ഇനി തുടർച്ചയായി മഴയുണ്ടായാൽ എല്ലാ നിയന്ത്രണങ്ങളും കൈവിട്ടു പോകുമെന്നാണ് പുഴ സംരക്ഷണ സമിതി പ്രവർത്തകർ ആശങ്കപ്പെടുന്നത്. TCV ന്യൂസ്, ചാലക്കുടി. വീട്ടിലെ പുല്ല് പറിച്ചില്ലെന്നാരോപിച്ച് ഭാര്യയെയും മക്കളെയും മർദ്ദിച്ച സംഭവത്തിൽ പന്തലൂർ സ്വദേശിക്കെതിരെ കുന്നംകുളം പോലീസ് കേസെടുത്തു. പന്തലൂർ സ്വദേശി വിനീഷിനെതിരെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ജയപ്രദീപിന്റെ നിർദ്ദേശപ്രകാരം പോലീസ് കേസെടുത്തത്. ഭാര്യ സിനി, മക്കളായ അദ്വൈത്, ആഘോഷ് എന്നിവരെയാണ് പ്രതി ആക്രമിച്ചത്. ഓഗസ്റ്റ് 1 തീയതി രാത്രി 8 മണിയോടെയായിരുന്നു സംഭവം. മദ്യലഹരിയിൽ വീട്ടിലെത്തിയ പ്രതി വീട്ടിലെ പുല്ല് പറിച്ചില്ലെന്നാരോപിച്ച് സിനിയെ ക്രൂരമായി മർദ്ദിക്കുകയും തടയാനെത്തിയ 9 വയസ്സുള്ള മകനെ ഹെൽമറ്റ് ഉപയോഗിച്ച് അടിക്കുകയും 14 വയസ്സുകാരനായ മകനെ ചെരുപ്പുകൊണ്ട് മുഖത്തും ചെവിയിലും അടിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തതായി പറയുന്നു. പരിക്കുകളുള്ള 3 പേരും കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ ആശുപത്രി അധികൃതർ അറിയിച്ചതിനെ തുടർന്നാണ് കുന്നംകുളം പോലീസ് പ്രതിക്കെതിരെ കേസെടുത്തത്. പരമ്പരാഗത മത്സ്യബന്ധന യാനങ്ങൾക്കുള്ള മണ്ണെണ്ണ വിതരണം അവതാളത്തിലായതായി പരാതി. ആയിരക്കണക്കിന് യാനങ്ങളാണ് അഴീക്കോട്, മുനമ്പം, അഴിമുഖം കേന്ദ്രീകരിച്ച് മാത്രം പണിയെടുക്കുന്നത്. സർക്കാർ സബ്സിഡിയോടെ ലഭിച്ചിരുന്ന മണ്ണെണ്ണ വിതരണം വഴിപാടായി മാറിയതോടെ സ്വകാര്യ വിപണിയെ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ് തൊഴിലാളികൾ. ഫിഷറീസ്, സിവിൽ സപ്ലൈസ് വകുപ്പുകളുടെ അലംഭാവമാണ് മണ്ണെണ്ണ വിതരണം മുടങ്ങാൻ കാരണമെന്ന് ആരോപണമുണ്ട്. യാനങ്ങളും ഇവയിൽ ഘടിപ്പിക്കുന്ന ഔട്ട്ബോർഡ് എഞ്ചിനുകളും 2 വകുപ്പുകളും പരിശോധിച്ചാണ് മണ്ണെണ്ണ പെർമിറ്റ് അനുവദിക്കുന്നത്.
10 HP മോട്ടറുള്ള യാനത്തിന് 129 ലിറ്റർ, 10 മുതൽ 15 HP വരെ 136 ലിറ്റർ, 15 HP മുകളിലുള്ളതിന് 180 ലിറ്ററുമാണ് പ്രതിമാസം മണ്ണെണ്ണ വിഹിതം. മുൻപ് എല്ലാ മാസവും നൽകിയിരുന്ന മണ്ണെണ്ണ വിഹിതം ഇപ്പോൾ വർഷത്തിൽ ഏതാനും തവണകൾ മാത്രമായി മാറിയിരിക്കുകയാണ്. സർക്കാർ അനുവദിച്ചു തരുന്ന നീലമണ്ണെണ്ണ കിട്ടിയിട്ട് 10 വർഷത്തോളമായി. കഴിഞ്ഞ 10 വർഷങ്ങൾക്ക് മുൻപ് നമ്മൾക്ക് ഒരു പെർമിറ്റിന് 40 HP എഞ്ചിൻ പ്രവർത്തിക്കുന്ന ഒരു പെർമിറ്റിന് 600 ലിറ്റർ മണ്ണെണ്ണയാണ് ലഭിച്ചുകൊണ്ടിരുന്നത്. ശോഷിച്ച് ഇപ്പോൾ ഒരു മിനിമം ഒരു 60 ലിറ്ററിന് താഴെ എത്തി. അത് വർഷത്തിൽ 2 തവണയായി. എത്രയും പെട്ടെന്ന് അത് മത്സ്യമേഖലയ്ക്ക് അത്രയും മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന മണ്ണെണ്ണ ലഭ്യമായാൽ അത് പരമ്പരാഗത മേഖലയ്ക്ക് അത് വലിയൊരു ഉണർവായിരിക്കും. 1 ലിറ്ററിന് 25 രൂപ സബ്സിഡിയോടെ മത്സ്യഫെഡ് നിയന്ത്രിതമായ അളവിൽ മണ്ണെണ്ണ വിതരണം ചെയ്യുന്നുണ്ട്. എന്നാൽ പൊതുവിതരണ വകുപ്പ് വഴി ലഭിച്ചിരുന്ന വിലക്കുറവുള്ള മണ്ണെണ്ണ കിട്ടാക്കനിയായ അവസ്ഥയാണുള്ളത്. ഒരു ചെറുവള്ളവും അനുബന്ധ വള്ളങ്ങളും ഒരു തവണ കടലിൽ പോയി വരുന്നതിന് 500 ലിറ്ററോളം ഇന്ധനം ആവശ്യമായി വരും. മണ്ണെണ്ണ ലഭിക്കാത്ത സാഹചര്യത്തിൽ വിപണിയിലുള്ള രാസലായനി ഉപയോഗിച്ച് എഞ്ചിൻ പ്രവർത്തിപ്പിക്കുന്നവരുടെ എണ്ണം ഏറി വരികയാണ്. ഇൻബോർഡ് വള്ളങ്ങൾ ഡീസൽ എഞ്ചിൻ ഘടിപ്പിക്കുന്നതുകൊണ്ട് അവയെ മണ്ണെണ്ണ പ്രതിസന്ധി ബാധിക്കുന്നില്ല. ചെറുകിട മത്സ്യത്തൊഴിലാളികളാണ് മണ്ണെണ്ണ പ്രശ്നത്തിൽ വലയുന്നത്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. ഗുരുവായൂർ ദേവസ്വം പുന്നത്തൂർ ആനക്കോട്ട സന്ദർശനം നടത്തിയ കുടുംബത്തിൽ നിന്നും നഷ്ടപ്പെട്ട പണവും സ്വർണവും ഉടമയ്ക്ക് തിരികെ നൽകിയ ആനപ്പാപ്പാനെ കൂട്ടുകൊമ്പന്മാർ എലിഫന്റ് വെൽഫെയർ ഫോറത്തിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. 7.25 പവനും 1 ലക്ഷത്തിലേറെ രൂപയും അടങ്ങിയ ബാഗ് ശ്രദ്ധയിൽപ്പെട്ട ആനപ്പാപ്പാൻ സുബീഷ് ദേവസ്വം ഓഫീസിൽ ഉദ്യോഗസ്ഥരെ ഏൽപ്പിക്കുകയായിരുന്നു. മഞ്ജുളാലിൽ നടന്ന ചടങ്ങിൽ SSLC പരീക്ഷയിൽ മികച്ച വിജയം കൈവരിച്ച ഫോറം അംഗം സുമൻ സുമേഷിന്റെ മകൾ വൈകാലക്ഷ്മിയെയും ആദരിച്ചു. ഗുരുവായൂർ ആനപ്രേമി സംഘം പ്രസിഡന്റും ഗുരുവായൂർ നഗരസഭാ കൌൺസിലറുമായ KP ഉദയൻ, എലിഫന്റ് ഓണേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി ശ്രീജിത്ത് വെളപ്പായ, ഫോറം ഭാരവാഹികളായ ശരത് BT, ജിഷ്ണു PS, സുജിത് തിരിയാട്ട് എന്നിവർ നേതൃത്വം നൽകി. സാമൂഹ്യ സേവന സന്നദ്ധ സംഘടനയായ നീഡ്സിന്റെ നേതൃത്വത്തിൽ വിദ്യാദീപം പദ്ധതി ആരംഭിച്ചു. ഗുരുതര രോഗബാധിതരായ വിദ്യാർത്ഥികൾക്ക് തുടർച്ചയായി പഠന സഹായം നൽകുന്ന സാന്ത്വന പദ്ധതിയാണ് വിദ്യാദീപം. വിദ്യാദീപത്തിന്റെ ഉദ്ഘാടനം മുൻ സർക്കാർ ചീഫ് വിപ്പും നീഡ്സ് പ്രസിഡന്റുമായ തോമസ് ഉണ്ണിയാടൻ നിർവഹിച്ചു. ചടങ്ങിൽ നീഡ്സ് വൈസ് പ്രസിഡന്റ് പ്രൊഫസർ R. ജയറാം അധ്യക്ഷത വഹിച്ചു. നീഡ്സ് ഭാരവാഹികളായ ഗുലാം മുഹമ്മദ്, ആശാലത, MN തമ്പാൻ, മുഹമ്മദ് അലി കറുകത്തല, അഡ്വക്കേറ്റ് ബോസ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. പങ്കുവെക്കുകയും നീഡ്സിന്റെ ജനറൽ കൗൺസിൽ അത് ചർച്ച ചെയ്യുകയും അങ്ങനെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 17 വനിതാ ഫോട്ടോഗ്രാഫർമാർ പകർത്തിയ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സംഗമം ഫോട്ടോ പ്രദർശനത്തിന് ചുങ്കാൽ ഫോട്ടോ മ്യൂസ് ആർട്ട് ഗാലറിയിൽ തുടക്കമായി. ഛായാഗ്രഹണ വൈദഗ്ധ്യത്തിനോടൊപ്പം ലിംഗ സാമൂഹ്യ സമത്വ സന്ദേശവും ഉൾക്കൊള്ളുന്ന 38 ചിത്രങ്ങളാണ് പ്രദർശനത്തിലുള്ളത്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ബിന്ദു പരമേശ്വരൻ ഉദ്ഘാടനം ചെയ്തു. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി, ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പുളിക്കൽ, നന്ദകുമാർ മൂടാടി, സീമ സുരേഷ് എന്നിവർ സംസാരിച്ചു. കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി വായനശാലയിൽ ഉപഭോക്തൃ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. സാധനങ്ങളുടെ യഥാർത്ഥ വിലയറിയാൻ സംവിധാനം വേണമെന്നും അനിയന്ത്രിത വ്യാപാരം തടയണമെന്നും സാധനങ്ങൾക്ക് കച്ചവടക്കാർ തോന്നിയതുപോലെ വില ഈടാക്കുകയാണെന്നും സെമിനാർ കുറ്റപ്പെടുത്തി. മനുഷ്യാവകാശ സമിതി നാഷണൽ കോർഡിനേറ്റർ ജോർജ് തോമസ് സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് PV രാമൻ അധ്യക്ഷത വഹിച്ചു. ദേശീയ ചെയർമാൻ പ്രൊഫസർ പുന്നയ്ക്കൽ നാരായണൻ, വനിതാ വൈസ് പ്രസിഡന്റ് E. സുമതിക്കുട്ടി, V. അച്യുതൻ നായർ, വർഗീസ് അത്താണി, സാലി തോമസ്, വായനശാല പ്രസിഡന്റ് ജോസ് മണി തുടങ്ങിയവർ സംസാരിച്ചു. ചാഴൂർ പഞ്ചായത്തിലെ 5-ാം വാർഡിലെ വനിതാ ഫിറ്റ്നസ് സെന്ററിന്റെയും കുടുംബശ്രീ പരിശീലന കേന്ദ്രത്തിന്റെയും ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് നിർവഹിച്ചു. ചാഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ് അധ്യക്ഷനായി. തൃശൂർ ജില്ലാ പഞ്ചായത്ത് അനുവദിച്ചു നൽകിയ 10 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് കുടുംബശ്രീ തൊഴിൽ പരിശീലന, ഉൽപാദന, വിപണന കേന്ദ്രത്തിന്റെയും ചുറ്റുമതിലിന്റെയും വനിതാ ഫിറ്റ്നസ് സെന്ററിന്റെയും നിർമ്മാണം പൂർത്തീകരിച്ചത്. ചടങ്ങിൽ അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ഷീന പറയങ്ങാട്ടിൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KK രാമചന്ദ്രൻ, പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിനീത ബെന്നി തുടങ്ങിയവർ സംസാരിച്ചു. അതുപോലെ തന്നെ വ്യായാമം കുറഞ്ഞതുകൊണ്ട് ഡയബറ്റിക് രോഗികളായി തീർന്നു. ഇത് രണ്ടും വരുമ്പോൾ അതിന്റെ ഫലമായിട്ട് ഏതാണ്ട് വൃക്കരോഗത്തിലേക്ക് ആളുകൾ പതുക്കെ നടന്നെടുക്കുകയാണ്.
കേരള സർക്കാരിന്റെ റവന്യൂ വകുപ്പിൽ തഹസിൽദാർ കം എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റായി നിയമനം ലഭിച്ച വേലൂർ സ്വദേശി സി ജോയെ വേലൂർ ചുങ്കം ചിന്താവേദി വായനശാല ആദരിച്ചു. MLA സേവ്യർ ചിറ്റിലപ്പള്ളി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ചിന്താവേദി ചെയർമാൻ ഡോക്ടർ CF ജോൺ ജോഫി അധ്യക്ഷത വഹിച്ചു. മുൻ തൃശൂർ ജില്ലാ ലോട്ടറി ഓഫീസർ MN വിനയ്കുമാർ, വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR ശോഭി, PR അനന്തകൃഷ്ണൻ, TK സിദ്ധാർത്ഥൻ, പ്രകാശ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. കിഴുപ്പുള്ളിക്കര പ്രവാസി അസോസിയേഷൻ UAE ആൻഡ് കേരള ചാപ്റ്റർ സംഘടിപ്പിച്ച സ്നേഹ സൌഹാർദ്ദ സംഗമവും SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്കുള്ള ആദരവും കിഴുപ്പുള്ളിക്കര മലർവാടിയിൽ നടന്നു. സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് സബ് ഇൻസ്പെക്ടർ ജയകുമാർ ഉദ്ഘാടനം ചെയ്തു. KPA പ്രസിഡന്റ് മോഹനൻ തേവർക്കാട്ടിൽ അധ്യക്ഷത വഹിച്ചു. സംഘാടക സമിതി ചെയർമാൻ ജിനചന്ദ്രൻ മാരാത്ത്, KPA സെക്രട്ടറി അബ്ദുൾ അസീസ് വലിയകത്ത്, വാർഡ് മെമ്പർമാരായ CL ജോയ്, ഷൈനി ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. നമ്മുടെ നാട്ടിൽ നടക്കുന്ന വിശേഷങ്ങളും ഉത്സവങ്ങളും മേളങ്ങളും പെരുന്നാളുകളും ഒരുപാട് കാര്യങ്ങളും വിവാഹങ്ങളും പല കാര്യങ്ങൾക്കും എത്താൻ കഴിയാതെ പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും നാട്ടിലേക്ക് അണയണമെന്നുള്ളൊരു ആഗ്രഹവുമായി അവിടെ നിൽക്കുമ്പോൾ നമ്മുടെ കുടുംബാംഗങ്ങളുടെയും പട്ടിണിക്കും മറ്റു പല കാര്യങ്ങളുമൊക്കെ. ക്രൈസ്തവ സമൂഹം നേരിടുന്ന അക്രമങ്ങൾക്കും പീഡനങ്ങൾക്കുമെതിരെ ആളൂർ സെന്റ് ജോസഫ് ഇടവകയിൽ റാലി സംഘടിപ്പിച്ചു. സെന്റ് ജോസഫ് പള്ളിയിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ റാലി ആളൂർ സെന്ററിലെത്തി തിരികെ പള്ളിയിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗത്തിൽ ഇടവക വികാരി ഫാദർ ജോയ് കടമ്പോട്ട്, അസിസ്റ്റന്റ് വികാരി ഫാദർ വിപിൻ വേരൻ പിലാവ്, സിസ്റ്റർ മരിയ ആന്റണി, സണ്ണി കണ്ണങ്കുന്നി, ഡേവിസ് അരിക്കാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് #1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. ലയൺസ് ക്ലബ്ബ് പാവറട്ടി റോയലിന്റെ നേതൃത്വത്തിൽ മുല്ലശ്ശേരി ഹിന്ദു UP സ്കൂളിൽ ലഹരിവിരുദ്ധ ക്ലാസും ട്രാഫിക് ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് OJ സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ഉണ്ണി വടക്കാഞ്ചേരി, പ്രധാനാധ്യാപിക VC രേഖ, എഞ്ചിനീയർ VC ജെയിംസ്, ടോണി ഫ്രാൻസിസ്, സണ്ണി വർഗീസ്, ടിജോ പുത്തൂർ തുടങ്ങിയവർ സംസാരിച്ചു. BJP അമ്പലപ്പാറ കള്ളിക്കുന്ന് വാർഡ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനവും വാർഡ് കൺവെൻഷനും നടന്നു. ജില്ലാ പ്രസിഡന്റ് വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. പ്രവീൺ അധ്യക്ഷത വഹിച്ചു. K ശിവദാസ്, മുരളീധരൻ, ശ്രീറാം, ധന്യ, അഭിലാഷ്, ലത, V ധന്യ എന്നിവർ സംസാരിച്ചു. എളവള്ളി പഞ്ചായത്തിലെ ക്ഷീര കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി കറവ പശുക്കൾക്ക് കാലിത്തീറ്റ വിതരണം ചെയ്തു. പദ്ധതിക്ക് തുടക്കമായി ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5 ലക്ഷം രൂപ വകയിരുത്തിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കറവ പശുക്കൾക്ക് ഓരോ മാസവും 2 ചാക്ക് തീറ്റ വീതം വാങ്ങുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന ക്ഷീര കർഷകർക്ക് 5 മാസക്കാലത്തേക്ക് 5000 രൂപ സബ്സിഡി നൽകുന്നതാണ് പദ്ധതി. എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് കാലിത്തീറ്റ വിതരണ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ബിന്ദു പ്രദീപ് അധ്യക്ഷയായി. തൃശൂർ അസിസ്റ്റന്റ് കളക്ടർ സ്വാതി, ജനപ്രതിനിധികളായ TC മോഹനൻ, PM അബു, ചന്ദ്രശേഖരൻ, വെറ്റിനറി സർജൻ ഡോക്ടർ അനിഷാദ് എന്നിവർ സംസാരിച്ചു. മുസ്ലിം ലീഗ് വെങ്കടങ്ങ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശിഹാബ് തങ്ങൾ അനുസ്മരണ യോഗം നടത്തി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് CH റഷീദ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് PM മൊഹസീൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രവർത്തക സമിതി അംഗം ASM അസ്കർ അലി തങ്ങൾ, തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് R അബ്ദുൾ മനാഫ്, മണലൂർ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ASM അൽതാഫ് തങ്ങൾ, MK ഹബീബ്, PM ജമാൽ എന്നിവർ സംസാരിച്ചു. ഇന്ത്യൻ യൂണിയനിസ്റ്റ് ഒരു നല്ല എഴുത്തുകാരനാണ് ശിഹാബ് തങ്ങൾ. അദ്ദേഹത്തിന്റെ ഡ്രൈവർ പറഞ്ഞ ഒരു കഥ ഇപ്പൊ സോഷ്യൽ
അമ്പലപ്പാറ മേലൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ആനയൂട്ട് നടത്തി. ക്ഷേത്രം പൂജാരിയുടെ കാർമ്മികത്വത്തിൽ പ്രത്യക്ഷ ഗണപതി ഹോമം, ഗജപൂജ എന്നിവ നടന്നു. തുടർന്ന് മേളവും പ്രഭാത ഭക്ഷണ വിതരണവും ഉണ്ടായിരുന്നു. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. കൊടുങ്ങല്ലൂരിലെ അഴീക്കോട് മുനക്കൽ ബീച്ചിലേക്ക് വരൂ. കടലിന്റെ അഴക് ആസ്വദിക്കാം, ഒപ്പം ആരോഗ്യവും സംരക്ഷിക്കാം. വർഷങ്ങളായി പ്രഭാത സവാരിക്കാരുടെ ഇഷ്ടകേന്ദ്രമാണ് മുനക്കൽ ബീച്ച്. ബീച്ചിൽ എറിയാട് പഞ്ചായത്ത് ഒരുക്കിയിട്ടുള്ള ഓപ്പൺ ജിം ആരോഗ്യത്തോട് ആഭിമുഖ്യമുള്ളവരുടെ ഇഷ്ടകേന്ദ്രമാണിപ്പോൾ. ആരോഗ്യഗ്രാമം പദ്ധതിയുടെ ഭാഗമായി 2024 എറിയാട് പഞ്ചായത്ത് ഇവിടെ ഓപ്പൺ ജിം സ്ഥാപിച്ചത്. ഓപ്പൺ ജിം ആരംഭിച്ചതോടെ കൂടുതൽ പേർ ഇവിടേക്ക് വന്നെത്തി തുടങ്ങി. രാവിലെയും വൈകിട്ടുമായി നിരവധി പേർ വ്യായാമം ചെയ്യാനെത്തുന്നുണ്ട്. ഹോളിഡേയ്സിലും വൈകുന്നേരങ്ങളിലൊക്കെ തന്നെ നിരവധി ആളുകൾ ഇവിടെ എത്തിച്ചേരുന്നതാണ്. പ്രായഭേദമന്യേ കുട്ടികളും അല്ലെങ്കിൽ പ്രായമേറിയിട്ടുള്ള ആളുകളൊക്കെ തന്നെയും രാവിലെ നടത്തത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ എത്തിച്ചേരുന്നൊരു സ്ഥലം കൂടിയാണ്. അപ്പോൾ അവർക്ക് ഏറ്റവും നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ള ഈ സംവിധാനം ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ആരോഗ്യം ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സഹായകരമാവുന്ന രീതിയിലാണ് ഈ ഓപ്പൺ ജിം ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. 10ഓളം ഉപകരണങ്ങളാണ് കടപ്പുറത്തെ ഓപ്പൺ ജിമ്മിൽ സ്ഥാപിച്ചിട്ടുള്ളത്. വയോധികരും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ ഓപ്പൺ ജിമ്മിന്റെ ഗുണഭോക്താക്കളാണ്. പിന്നെ പുറത്ത് നമ്മൾ ഒരു സ്ഥാപനത്തിൽ പോകണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1000 മുതലുള്ള ഫീസാണ് വാങ്ങുന്നത്. അപ്പോൾ അത് സാധാരണക്കാരെ സംബന്ധിച്ചത് വളരെ വലിയ തുകയാണ്. പക്ഷേ ഇവിടെ സൗജന്യമായിട്ട് നമുക്ക് രാവിലെയൊക്കെ വന്ന് ഏത് സമയത്തായാലും ഇവിടെ അവൈലബിൾ ആണ് ജിം. ഇത് നമ്മളുടെ കൺവീനിയൻസിനനുസരിച്ച് വന്ന് ഇവിടെ ചെയ്യാനായിട്ട് പറ്റും. ഇതേ മാതൃകയിൽ പഞ്ചായത്തിൽ മറ്റിടങ്ങളിലും ഓപ്പൺ ജിം തുറന്നിട്ടുണ്ട്. ആരോഗ്യ സംരക്ഷണം ചിലവേറിയ പ്രക്രിയയായി മാറുന്ന കാലത്ത് മുനക്കൽ ബീച്ചിലെ ഓപ്പൺ ജിം നാട്ടുകാർക്ക് ഏറെ ഉപകാരപ്രദമായി മാറുകയാണ്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. പൊയ്യ പഞ്ചായത്തിൽ വാതക ശ്മശാനത്തിന് നിർമ്മാണം ആരംഭിച്ചു. ജനപ്രതിനിധികൾ ഒരുമിച്ച് നിന്നതോടെയാണ് ചട്ടങ്ങളിലെ തടസ്സങ്ങൾ നീക്കി നിർമ്മാണം തുടങ്ങാനായത്. പുളിപ്പറമ്പിലെ 20 സെന്റ് സ്ഥലത്താണ് ആധുനിക രീതിയിലുള്ള ശ്മശാനം നിർമ്മിക്കുന്നത്. വർഷങ്ങളായി നിയമക്കുരുക്കിൽ കിടന്ന സ്ഥലമായിരുന്നു ഇത്. ഭൂമി തരം മാറ്റിയാണ് അന്തിമ അനുമതി നേടിയത്. പൊയ്യ പഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി തോമസിന്റെ നേതൃത്വത്തിൽ ഭരണസമിതി അംഗങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചാണ് നിയമ തടസ്സങ്ങൾ ഓരോന്നായി നീക്കിയത്. സംസ്ഥാന തലത്തിൽ കൃഷിവകുപ്പിന്റെ അനുമതി ലഭിച്ച് 1 വർഷം കഴിഞ്ഞാണ് ജില്ലാ ഭരണകൂടത്തിന്റെയും ആരോഗ്യവകുപ്പിന്റെയും പോലീസിന്റെയും അനുമതി കിട്ടിയത്. പദ്ധതിക്ക് 20 ലക്ഷം രൂപ പഞ്ചായത്ത് മാറ്റിവെച്ചു. കൂടുതൽ ഫണ്ട് അനുവദിക്കാമെന്ന് ബെന്നി ബെഹന്നാൻ MP-യും VR സുനിൽകുമാർ MLA-യും ഉറപ്പ് നൽകിയിട്ടുണ്ടെന്ന് പ്രസിഡന്റ് ഡെയ്സി തോമസ് അറിയിച്ചു. ബെന്നി ബെഹന്നാൻ MP ശ്മശാനത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി തോമസ് അധ്യക്ഷയായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ ഷാൻഡി ജോസഫ്, വൈസ് പ്രസിഡന്റ് ഡൊമിനിക് ജോമോൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK കുട്ടൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ശോഭന ഗോകുൽനാഥ് എന്നിവർ സംസാരിച്ചു. TCV ന്യൂസ്, മാള. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തൃശൂരടക്കം 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. കളമശ്ശേരിയിൽ സ്വകാര്യ ബസ് ബൈക്കിലിടിച്ച് കൊടുങ്ങല്ലൂർ സ്വദേശി അബ്ദുൾ സലാമിന് ദാരുണാന്ത്യം. സ്വകാര്യ ബസിന്റെ അമിത വേഗതയാണ് മരണകാരണമെന്ന് നാട്ടുകാർ. അപ്രതീക്ഷിത പേമാരിയിൽ ചാലക്കുടി പുഴയിലെ ജലവിധാനം ക്രമാതീതമായി ഉയർന്നു. മഴ നിലച്ചതോടെ വെള്ളത്തിന്റെ കുത്തൊഴുക്കിന് ശമനമുണ്ടായെങ്കിലും മഴ കനത്താൽ പ്രശ്നം ഗുരുതരമാകും. അതിരപ്പള്ളി വാഴച്ചാൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഇന്നും നാളെയും സന്ദർശകർക്ക് പ്രവേശനമില്ല. വീട്ടിലെ പുല്ല് പറിച്ചില്ലെന്നാരോപിച്ച് ഭാര്യയെയും മക്കളെയും ക്രൂരമായി മർദ്ദിച്ച സംഭവം. ഭർത്താവ് പന്തല്ലൂർ സ്വദേശി വിനീഷിനെതിരെ കേസെടുത്ത കുന്നംകുളം പോലീസ്. പരമ്പരാഗത മത്സ്യബന്ധന യാനങ്ങൾക്കുള്ള മണ്ണെണ്ണ വിതരണം അവതാളത്തിലായി. സർക്കാർ സബ്സിഡിയോടെ ലഭിച്ചിരുന്ന മണ്ണെണ്ണ വിതരണം വഴിപാടായി മാറിയതോടെ സ്വകാര്യ വിപണി ആശ്രയിക്കേണ്ട അവസ്ഥയിൽ തൊഴിലാളികൾ.
എല്ലാ മാസവും ലഭിച്ചിരുന്ന മണ്ണെണ്ണ വിഹിതം ഇപ്പോൾ കിട്ടുന്നത് ഏതാനും തവണകൾ മാത്രം. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.